ഗുഡ് മോർണിംഗ്. ഇന്നത്തെ നമ്മുടെ തീയൽ പാവയ്ക്ക, സവാള, പച്ചമുളക്. അപ്പം ഞാൻ സവാളയും പച്ചമുളകും അരിഞ്ഞു വെച്ചു. പാവയ്ക്ക അതേ മെഴുക്കുവരട്ടി പോലെ നീളത്തിലരിഞ്ഞ് അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു സ്പൂണ് മുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, ഇത്ര ഇട്ടൊന്ന് ഇളക്കി വെച്ചു. അതവിടെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് തീയലിന് തേങ്ങ വറുക്കാം. അപ്പം ഞാൻ ഒരു മുറി നല്ല വലിയൊരു മുറി തേങ്ങ തിരുമിയെടുത്തു. അതിനകത്തോട്ടൊരു കൊച്ചുള്ളി അരിഞ്ഞതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കട്ടെ. ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇടാം. അപ്പം നമ്മുടെ തേങ്ങ നന്നായിട്ട് മൂപ്പിച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് എരിക്ക് ആവശ്യമുള്ള മുളക് പൊടി, ഞാനിവിടെ 2 സ്പൂൺ മുളക് പൊടി ചേർത്തു. 1 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി മിക്സിക്കകത്ത് നന്നായിട്ട് അരച്ചിട്ട് വരാം. അപ്പം ഞാനാണെങ്കിൽ ഈ പെരട്ടി വെച്ച പാവയ്ക്കയില്ലേ, അത് വെളിച്ചെണ്ണ ഒഴിച്ച് കുറേശ്ശെ ഇട്ട് വറുത്ത് കോരിയെടുക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ, അത് വറുത്ത് കോരിയിട്ടേ ഉള്ളി വഴട്ടീനകത്തോട്ടിടത്തുള്ളൂ. അന്നേരം കയ്പ്പൊരിച്ചിരി കുറയും. ഇവിടെ പാവയ്ക്ക തീയൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം. പിന്നെ നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഉണ്ടാക്കുന്നൊരു സാധനമാണെന്ന് തോന്നുന്നു തീയൽ. എനിക്ക് കഴിക്കാനും ഇഷ്ടമാണ്, ഉണ്ടാക്കാനും ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ തീയൽ ഇത് കാണാം. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇച്ചിരി പുളി എടുത്ത് വെള്ളത്തിലിട്ടായിരുന്നേ. നല്ല പുളിയുള്ള പുളിയാണ്, അതുകൊണ്ട് ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. പഴയ പുളിയാണ്. അപ്പം നമ്മുടെ പാവയ്ക്ക ഇങ്ങനെ വറുത്ത് കോരിക്കൊണ്ടിരിക്കുക. ഞാനിവിടെ 3-4 തവണയായിട്ട് ഇട്ടാണ് വറുത്ത് കോരിയ കേട്ടോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് എന്നോട് 2-3 പേര് ചോദിച്ചു, വാട്സപ്പിലൊക്കെ മെസ്സേജ് ഇട്ട് ചോദിച്ചു. അപ്പം നമുക്ക് ആദ്യം തീയൽ വെക്കാൻ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് പൊട്ടിച്ച് പച്ചമുളകും കറിവേപ്പിലയും സവാളയൊക്കെ ഇട്ട് നമുക്ക് വഴട്ടിയെടുക്കാം. അപ്പം ഞാൻ പറഞ്ഞെന്തുവാ, അപ്പോൾ 2-3 പേര് ചോദിച്ചു, ഞാനാണെങ്കിൽ മുഖം കാണിച്ച് എന്താ പാചകം ചെയ്യാത്ത, കൈ മാത്രമേ കാണുന്നുള്ളല്ലോ എന്നൊക്കെ എന്നോട് ചോദിച്ചു. അപ്പോൾ അതെന്താണെന്നറിയാമോ, ഒന്നാമത്തെ കാര്യം, അത് ഞാൻ തന്നെയായി വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും കുക്കിങ്ങും എല്ലാം. അപ്പോൾ നമുക്കൊരാൾ വീഡിയോ എടുത്ത് തരാനോ ഉണ്ടെങ്കിലെല്ലാം നമ്മളും കൂടെ മുഖം കാണിച്ചൊക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ. എനിക്കത് അല്ലാതെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ അറിയത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പം നമ്മുടെ ചാനലൊക്കെ ക്ലിക്കായി നമ്മൾ നല്ലൊരു ക്യാമറയൊക്കെ വാങ്ങിച്ച് കഴിയുമ്പം നമ്മൾ ക്യാമറാമാനെ നിർത്തുന്നതായിരിക്കും. അപ്പം അതുവരെ കയ്യേ ഉള്ളേ. അപ്പോൾ നമ്മുടെ സവാളയെല്ലാം വഴണ്ട് ഞാൻ അതിനകത്തോട്ട് നമ്മൾ വറുത്ത് വെച്ച പാവയ്ക്ക ഇട്ടു. പിന്നെ ഞാൻ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തു. അത് നല്ലതായിട്ടൊന്ന് തിളയ്ക്കട്ടെ. നല്ലതായിട്ട് തിളച്ച് അത് വറ്റി, കണ്ടോ, പുളിക്കകത്ത് കിടന്ന് പാവയ്ക്കയും സവാളയെല്ലാം വറ്റി നമ്മൾ നന്നായിട്ട് അരച്ച് വെച്ച് അരപ്പങ്ങോട്ടിടാം. എണ്ണ തെളിഞ്ഞങ്ങോട്ട് അരഞ്ഞിട്ടില്ല കേട്ടോ, കാരണം തേങ്ങ കുറച്ച് അരച്ചുകൊണ്ടിരുന്നപ്പോൾ കറണ്ട് അങ്ങ് പോയി. പിന്നെ അതിരുന്ന് അങ്ങ് തണുത്ത്. അപ്പം എന്നാലും നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ പുളി ഇച്ചിരി നോക്കിയപ്പോൾ പുളി കുറവായിരുന്നു. ഞാൻ കുറച്ച് പുളിയും കൂടി ഒഴിച്ചു. ഉപ്പും കൂടി ഇട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തിളപ്പിച്ച് കുറുക്കിയെടുക്കുക. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.